ഇതാണ് ക്യാപ്സിക്കം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കമാണിത്. ഓക്കെ, ഇത് ഉള്ളി. ഇച്ചിരി ഞാൻ ക്യാപ്സിക്കം ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം ഇത് ക്യാപ്സിക്കം. ഓക്കെ, സോറി, ഇത് ക്യാപ്സിക്കം, ഇത് ഉള്ളി. ഇത് ഉള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് കണ്ടിച്ച് വെച്ചിരിക്കുക. അതിനകത്ത് ഞാൻ ഇച്ചിരി ഇത് ക്യാപ്സിക്കം ഇട്ട് ഞാൻ എല്ലാം ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അന്നേരം ഞാൻ ഇങ്ങോട്ട് ഇച്ചിരി മാറ്റി എടുക്കുമായിരുന്നു. ഓക്കെ, അന്നേരം അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കോണ്. ഇത് നമ്മുടെ കടകളിലൊക്കെ കിട്ടും. ഇത് കോണാണ്. ഓക്കെ, ഇത് ഉണ്ടാക്കുന്നതായിട്ട്. അന്നേരം ഇതിനെ നമുക്ക് ഈ കോണിനെ നമുക്ക് വെള്ളത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഇത് മൊത്തമായിട്ട് വരണം. കോണിനെ മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഈ കോണ് മൊത്തമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് തിളച്ചെടുക്കണം. ഈ കോണെന്ന് പറയുന്ന സാധനം അതിനകത്ത് ഇച്ചിരി ഉപ്പിടണം. നമ്മൾ ഇത് ഉപ്പാണ്. എന്നാൽ ഇത് ഇച്ചിരി ഉപ്പിട്ട് വെച്ചു. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇതിനെ നല്ലതായിട്ട് തിളയ്ക്കാൻ കൊടുക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ കോൺ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കുകയാണ്. അന്നേരം ഇത് കോൺ ഉണ്ടാക്കുമ്പം ഇത് നല്ലതായിട്ട് ചൂടായി വരണം. ഈ കോണ് നല്ലതായിട്ട് ചൂടായി വരണം. എന്നിട്ട് നല്ലതായിട്ട് തിളയ്ക്കുകയൊക്കെ ചെയ്യും. തിളച്ച് കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് വേവിക്കണം. നല്ലതായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിൻ്റെ സലാഡ് ഉണ്ടാക്കത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ സലാഡ് ഒരു ഇത് നമ്മൾ ക്യാപ്സിക്കവും ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ടാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അന്നേരം ഇത് നമ്മൾ അതിനെ ചൂടാക്കണം. ഇതിന് ഫസ്റ്റ് നമ്മൾ ഈ കോൺ മേടിച്ചിട്ട്, നമ്മുടെ കടകളിലൊക്കെ ഈ കോൺ കിട്ടും. കോൺ മേടിച്ചിട്ട് കടകളിൽ നിന്ന് കോൺ മേടിക്കുക. ഒരു 85 റുപ്പീസ് വല്ലതും ആയിരിക്കും. എൻ്റെ ഇവിടെ ഡൽഹിയിൽ 85 റുപ്പീസിന് ഇത് കിട്ടുന്നുണ്ട്. ഞാൻ ബ്ലിങ്കിറ്റ് വഴിയാണ് ഇത് മേടിച്ചത്. ഓക്കെ, അന്നേരം ഇത് നിങ്ങൾ ഇങ്ങനെ കോണ് വെള്ളത്തിൽ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിളയ്ക്കാനായിട്ട് വയ്ക്കുക. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കോൺ ഇച്ചിരി നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലതായിട്ട് തിളച്ച് വരണം. നല്ലതായിട്ട് തിളച്ച് വരണം. എന്നാലേ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് ഈ എന്തെങ്കിലും വൃത്തിയിട്ട് ബാക്ടീരിയ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് ഇറങ്ങിപ്പോവും. ഞാൻ വന്നിട്ട് ഇത് ഊറ്റിക്കളയുമല്ലേ, അന്നേരം ഇതങ്ങ് പോവും. ഓക്കെ, അന്നേരം ഇത് തിളച്ച് വരികയാണ് നല്ലതായിട്ട്. നല്ലതായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഒന്ന് സ്പൂൺ എടുത്തിട്ട് നമുക്കിതിനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്താണെന്ന് പറഞ്ഞാൽ താഴെ അടിക്ക് പിടിക്കരുതെന്ന് മാത്രം. ഇത് അടിക്ക് പിടിച്ചാൽ അരി കയ്പും. അതുകൊണ്ട് അടിക്ക് പിടിക്കരുത്. ഓക്കെ, നല്ലതായിട്ട് തിളക്കണം ഇതിനെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളക്കുകയാണിത്. അന്നേരം ഇതിനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു ബൗൾ എടുക്കണം. ബൗള് ഇത് ഒരു ബൗൾ എടുക്കും. ഓക്കെ, ഈ ബൗളിനകത്ത് നമുക്ക് ക്യാപ്സിക്കം. ഓക്കെ, ഞാനിത് ചൂടാക്കുന്നില്ല. എന്ന് പറയുന്നത് നമുക്ക് ചൂടാക്കേണ്ടതാണ്, പക്ഷേ ഞാൻ ചൂടാക്കുന്നില്ല. ഉള്ളി. ഓക്കെ, ഉള്ളി ഇട്ടു.
ഇനി ഈ ക്യാപ്സിക്കത്തിനകത്ത് നമ്മൾ ഇച്ചിരി ഇത് മാറ്റി വച്ചിരിക്കുന്ന ഈ കോണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം കോൺ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇതിനകത്ത് എന്നിട്ട് നമുക്കിനി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലെമൺ, ഇങ്ങനത്തെ ഒരു ലെമൺ എടുത്തിട്ട് ഇതിനെ ഒന്ന് കണ്ടിക്കാം. ലെമൺ എടുത്തിട്ട് ഇതിനെ കണ്ടിച്ചു. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ നമ്മുടെ നാരങ്ങ നീര് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നല്ല നീരുള്ള നാരങ്ങയാണിത്. ഞാനിന്ന് കടയിൽ നിന്ന് മേടിച്ചപ്പം ഇത് നല്ല നീരുള്ള നാരങ്ങ. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ബ്ലിങ്കിറ്റ് വരി മേടിക്കാമെന്ന്. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ച എനിക്ക് യൂട്യൂബിലൊന്ന് ഇത് കാണിക്കേണ്ടിയല്ലേ. അന്നേരം ഇതിനെ നമ്മൾ ഇങ്ങനെ നാരങ്ങ നല്ലതായിട്ട് ഇതിനെ സ്പെസ് ചെയ്തു. ഇനി നമുക്ക് എന്തുവാ വേണ്ടതെന്ന് വെച്ചാൽ ഒരു നാരങ്ങയോട് വേണം ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു നാരങ്ങയോട് ഒഴിക്കാവുന്നതാണ്. ഓക്കെ, ഈ നാരങ്ങയോട് ഇതിനകത്ത് ഒഴിച്ചിടാം. നിങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കിക്കണം. ഇത് ഞാൻ വേവിക്കാതെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വേവിച്ച് നല്ലതായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കശ്മീരിയുടെ മുളക് പൊടി മതി. ഓക്കെ, കാശ്മീരിയോ അല്ലെങ്കിൽ നമ്മുടെ ലാൽ മിർച്ച് എന്ന് പറയുന്ന അങ്ങനത്തെ മുളക് പൊടിയോ അങ്ങനെ വല്ലതും ഇട്ടാൽ മതി. നമുക്കിനി ഇതിനകത്ത് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇടണ്ട, ഞാൻ ഇച്ചിരി ഇടുന്നുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇടാൻ പറ്റത്തില്ല. ഓക്കെ, ഒത്തിരി ഇടണ്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട്. എല്ലാത്തിനകത്തും നല്ലതായിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇതാകണം. എന്നാലേ ഒരു ഇതാകത്തുള്ളൂ സലാഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അങ്ങനെ ഞാനൊരു സലാഡ് ഉണ്ടാക്കി. ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സലാഡ് നല്ലതായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഉണ്ടാക്കി ഇപ്പം. അന്നേരം ഇതിനെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് തിന്ന് നോക്കാം. ഇതെങ്ങനെയായിരിക്കുന്നത്, നല്ലതാണോ ആയിരിക്കണോ. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് നോക്കട്ടെ. ഇച്ചിരി ഉപ്പുണ്ട്, ഇച്ചിരി മുളക് പൊടിയുണ്ട്, പിന്നെ ഇച്ചിരി ഇതുമുണ്ട്. എന്തോ നല്ലതായിട്ട് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ, അന്നേരം ഇതുപോലൊരു സലാഡ് നിങ്ങൾ വീട്ടിലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ എന്ത് റിവ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ കമൻറ്റിൽ ഒന്ന് ഇട്ടേക്കണം. നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം ചെയ്യാനായിട്ട്. എനിക്ക് എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ഇടണം, ലൈക്ക് എന്തെങ്കിലും യൂട്യൂബിനകത്ത് ഒരു ആഹാരം ഉണ്ടാക്കുന്നതോ എന്തെങ്കിലും സലാഡിൻ്റെയോ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്യാപ്സിക്കവും ഇതെല്ലാം സാധനങ്ങളൊക്കെ പോയി മേടിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ഓക്കെ, അന്നേരം എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ ഒന്ന് ഇച്ചിരി നല്ലതായിട്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളൊന്ന് വിചാരിച്ചാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ എൻ്റെ യൂട്യൂബിനെ വൈറൽ ചെയ്യിപ്പിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഓക്കെ, ശരി എന്നാൽ. അന്നേരം ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ ഞാൻ കാണാം. ഓക്കെ, താങ്ക് യു.